നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കാനാണ് നിലവിലുള്ള MP ശ്രമിക്കുന്നതെന്ന് BJP സ്ഥാനാർത്ഥി P. സുധീർ. തത്വാധിഷ്ഠിത ജനസമരങ്ങൾ കാലഘട്ടത്തിന് ആവശ്യമെന്ന് SUC സ്ഥാനാർത്ഥി KS ശശികല. വേദനകൾക്ക് നടുവിലും പ്രതീക്ഷ പറ്റാതെ ഒരു കുടുംബം. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കാനാണ് നിലവിലുള്ള MP ശ്രമിക്കുന്നതെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. സുധീർ പറഞ്ഞു. കുട്ടനാട്ടിലെ മങ്കൊമ്പെ, പൂപ്പള്ളി, ചമ്പക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് പാക്കേജ് നമ്മുടെ ഈ കാണുന്ന നെല്ലറയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് കുട്ടനാട് പാക്കേജ്. ആ കുട്ടനാട് പാക്കേജിനെ അട്ടിമറിച്ചു നമ്മുടെ MP. ഇവിടെ നിലവിലുള്ള MP അതിനെ അട്ടിമറിച്ചു. 1840 കോടി രൂപ അതിന് അനുവദിച്ച സമയത്ത് ഇപ്പോൾ അതിന്റെ കാലാവധി തന്നെ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അനുവദിച്ച സമയത്ത് അതിൽ നിന്നും ഫലപ്രദമായ ഒരു പദ്ധതി പോലും കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, കർഷക തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി, നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് ആ പദ്ധതി അട്ടിമറിച്ച് ആ കാശ് മുഴുവൻ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. കൊട്ടാരക്കര പോയ സമയത്ത് അവിടുത്തെ ഒരു വീട്ടമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് 2 ദിവസം കൂടുന്തോറും അവര് 500 രൂപയുടെ ടാങ്ക് വെള്ളം വാങ്ങും. 500 രൂപയുടെ ടാങ്ക് വെള്ളം വാങ്ങിയാണ് അവർ 2 ദിവസം കഴിച്ചു കൂട്ടുന്നത്. ഈ ഒരു ഗതികേടിലാണ് നമ്മുടെ മണ്ഡലത്തിന്റെ പല ഭാഗത്തും. ശാസ്താംകോട്ട കായല് മാവേലിക്കര മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സാണ്. കൊല്ലം ജില്ലയിലെ മുഴുവൻ ഭാഗത്തും വെള്ളം എത്തിക്കുന്നത് കായലിൽ നിന്നാണ്. പക്ഷെ ശാസ്താംകോട്ട കായലിനെ തകർക്കാൻ വേണ്ടി സ്വകാര്യ കുപ്പിവെള്ള കമ്പനികളും കയ്യേറ്റ ഭൂമാഫിയ സംഘങ്ങളും ചേർന്ന് ശ്രമിക്കുന്ന സമയത്ത് അവരെ അനുകൂലിച്ചുകൊണ്ട് ഈ കായലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിലുള്ള MP നിലകൊണ്ടിട്ടുള്ളത്. പാക്കേജിനെ അട്ടിമറിച്ചത് മൂലം 1840 കോടി രൂപ ചിലവഴിക്കാൻ കഴിയാതെ ലാപ്സാവുന്ന സ്ഥിതിയാണെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ശാസ്താംകോട്ടക്കായൽ കയ്യേറിയ ഭൂമാഫിയകൾക്കും കുടിവെള്ള മാഫിയകൾക്കും അനുകൂല നിലപാടാണ് MP സ്വീകരിച്ചതെന്നും സുധീർ പറഞ്ഞു. സ്ഥാനാർത്ഥിക്കൊപ്പം അഡ്വക്കേറ്റ് സുദീപ് കുമാർ, D. പ്രസന്നകുമാർ, K. ഉല്ലാസ്, സന്തോഷ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ജനസമരങ്ങളെ നേരിടുന്ന കാര്യത്തിലും കോൺഗ്രസ്, BJP, ഇടതു മുന്നണികൾക്ക് ഒരേ സമീപനമാണെന്ന് SUC മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KS ശശികല. റോഡ്, തോട്, പുറമ്പോക്കുകൾ എന്നിവിടങ്ങളിൽ അന്തിയുറങ്ങുന്നവർ ചെങ്ങറയിലെ ഹാരിസൺ അനധികൃതമായി കൈവശം വെച്ച ഭൂമിയിൽ കുടിൽ കെട്ടി സമരം ചെയ്തപ്പോൾ അവർ അത് തെളിയിച്ചതാണെന്നും കുത്തക മുതലാളിമാരുടെയും വമ്പൻ ഭൂ ഉടമകളുടെയും വക്താക്കളായി ഇവർ മാറിയെന്നും തത്വാധിഷ്ഠിതമായ ജനസമരങ്ങൾ കാലഘട്ടത്തിന് അനിവാര്യമാണെന്നും ശശികല പറഞ്ഞു. കുട്ടനാട്ടിലെ പര്യടന പരിപാടിയിൽ എടത്തുവായിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. INPA ജില്ലാ സെക്രട്ടറി നന്ദനൻ അധ്യക്ഷത വഹിച്ചു. PR സതീശൻ, VR അനിൽ, ബിജു സേവ്യർ, ഗണേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ സമരം ചെയ്ത ആളുകൾക്കെതിരെ ഈ മുന്നണികൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? കൊടിക്കുന്നിൽ സുരേഷും ചെങ്ങറ സുരേന്ദ്രനും ബാക്കി മുന്നണികളുടെ ആളുകൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെങ്ങറയിലെ ആളുകളെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഹാരിസണിനോടൊപ്പം നിന്ന ഈ പ്രസ്ഥാനങ്ങൾ, ഇവിടെയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണമെന്ന് ഇടതുപക്ഷ ഐക്യമുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. ഇവരെല്ലാവരും ഹാരിസണിനോടൊപ്പം നിന്നു, ആ സമരത്തിനെതിരെ നിന്നു. പക്ഷെ ജനങ്ങൾ പിന്മാറിയില്ല. ജനകീയ കമ്മിറ്റികളിൽ ശരിയായ രാഷ്ട്രീയ ലൈനുള്ള ആളുകൾ, ശരിയായ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ പിന്മാറിയില്ല. ഇന്ന് ചെങ്ങറ സമരത്തിന് 7 വയസ്സ് തികയുന്നു. അവർ ഒരു കുടുംബത്തിന് 50 സെന്റ് സ്ഥലവും 5 അടി ഉയരത്തിൽ മതിലും കെട്ടി അങ്ങനെ കൃഷി ചെയ്ത് പൊന്നു വിളയിച്ചുകൊണ്ട് ആ നാട്ടിലെ ആളുകൾ ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് നേരിട്ടറിയാം ആ സമരത്തെ. ദാരിദ്ര്യം കരിനിഴൽ വീഴ്ത്തിയ കുടുംബത്തിൽ മകന്റെ ചികിത്സാ ചെലവിനായി പണം കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് കിഴക്കേ മിത്രഗിരി നാലുവറയിൽ ജോണും കുടുംബവും.
ജോൺ ബീന ദമ്പതികളുടെ ഇളയ മകനാണ് ഇത്. ജന്മനാ ബുദ്ധിവൈകല്യമുള്ള കുട്ടിയുടെ 2 വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കോട്ടയം ESIയിൽ ഓപ്പറേഷൻ നടത്തിയിരുന്നു. സ്വന്തമായി വീട് പോലുമില്ലാത്ത ഈ കുടുംബം പലരിൽ നിന്നും കടം വാങ്ങിയായിരുന്നു ചികിത്സാ ചിലവ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ തുടർ ചികിത്സ നൽകാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. മാനസിക നില തെറ്റിയ സഹോദരന് ഒപ്പമാണ് ഇപ്പോൾ ജോണും കുടുംബവും താമസിക്കുന്നത്. കുടുംബ ചിലവുകൾ തന്നെ കണ്ടെത്താൻ കൂലിപ്പണിക്കാരനായ ജോൺ നന്നേ ബുദ്ധിമുട്ടുമ്പോഴാണ് മകന്റെയും സഹോദരന്റെയും ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടത്. കാലുകൾക്കും കൈകൾക്കും ബലക്കുറവുള്ള മകന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ബീനയാണ്. തന്മൂലം മറ്റു ജോലികൾക്ക് ബീനയ്ക്ക് പോകാൻ കഴിയുന്നില്ല. ജോണിന്റെ ഏക വരുമാനത്തിൽ നിന്നാണ് ഈ കുടുംബം കഴിയുന്നത്. സഹോദരനാണ് മാനസികമായ ബുദ്ധിമുട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ്. എൻ്റെ കുഞ്ഞിന് ബുദ്ധിപരമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മറ്റേ കൂലിപ്പണി ചെയ്തു ഈ കൊച്ചിന് ഇങ്ങനെയുള്ള എനിക്കോ അവക്കോ അങ്ങനെ കൂലിപ്പണിക്ക് പോകാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ ആണ് കഴിയുന്നത്. ഇങ്ങനെ ഉള്ള വളരെ ബുദ്ധിമുട്ട് ഇങ്ങനെ പേരിൽ ഇത് ഇല്ലാത്തതിനാൽ കരമടിച്ചുള്ള രസീത് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നതിനാൽ ഗവൺമെന്റിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ എനിക്ക് യാതൊരുവിധ സഹായവും കിട്ടുന്നില്ല. ബന്ധപ്പെട്ട ഗവൺമെന്റ് അധികാരികളിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടണമെന്ന് ഉള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ കുടുംബത്തിൽ രോഗങ്ങൾ കൂടി കീഴടക്കിയതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഇവർക്ക് ഇനി ആശ്രയം നന്മ പറ്റാത്ത ഹൃദയങ്ങളുടെ സഹായം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് KCV. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം കടുത്തുരുത്തി, മാഞ്ഞൂർ, മുളക്കുളം, മണിമല, അതിരമ്പുഴ പഞ്ചായത്തുകളിൽ മാർച്ച് 30, 31 തീയതികളിൽ കാർഡ് പുതുക്കലും വിതരണവും നടക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. മണ്ണാൻ സഭയെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ, മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിഷേധ വോട്ട് ചെയ്യുമെന്ന് മണ്ണാൻ സഭ ജില്ലാ ട്രഷറർ KV വിദ്യാധരൻ പറഞ്ഞു. കുട്ടനാട്ടിൽ മിച്ചഭൂമിക്ക് അപേക്ഷ നൽകിയ മണ്ണാൻ സഭയിലെ അംഗങ്ങൾക്ക് കാസർകോട്ട് ഭൂമി നൽകാമെന്ന് പറഞ്ഞ സർക്കാർ നടപടി പാവങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടാണെന്നും പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിന് തുല്യമായി ഉയർത്തുകയും സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നും എയ്ഡഡ് സ്കൂൾ മേഖലയിലും ദേവസ്വം ബോർഡ്, സ്വകാര്യ മേഖല എന്നിവിടങ്ങളിലും അടിയന്തരമായി സംവരണം ഏർപ്പെടുത്തണമെന്നും വിദ്യാധരൻ പറഞ്ഞു. മിച്ചഭൂമി അതാത് ജില്ലകളിലെ അർഹതപ്പെട്ടവർക്ക് നൽകണമെന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ 1500 പരം ഹെക്ടർ ഭൂമി മിച്ചഭൂമിയായുണ്ട് എന്ന് സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് 1 ഏക്കർ കൃഷിഭൂമിയും 10 സെന്റ് ഭൂമി പാർപ്പിടത്തിനും വിതരണം ചെയ്യണമെന്ന് കേരള മണ്ണാൻ സഭ ആവശ്യപ്പെട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ യോഗങ്ങളും കൂട്ടധർണയും 20/2/2014 കുട്ടനാട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിക്കുകയും കേരള ധനകാര്യമന്ത്രി, കുട്ടനാട് MLA, മാവേലിക്കര MPയും നിലവിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ധർണ പന്തലിലെത്തുകയും കേരള മണ്ണാൻ സഭ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടാക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിന് തുല്യമായി ഉയർത്തി സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നും എയ്ഡഡ് സ്കൂൾ മേഖല, ദേവസ്വം ബോർഡ്, സ്വകാര്യ മേഖല എന്നിവയിൽ അടിയന്തരമായി സംവരണം ഏർപ്പെടുത്തണമെന്നും കേരള മണ്ണാൻ സഭ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് തലവടി മണ്ണാൻ സഭ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് A. ബാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ AK രാജപ്പൻ, K. സോമൻ, PK ചന്ദ്രൻ, KG സുനിൽകുമാർ, B. ലിജു തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി പഞ്ചായത്തിന് സമീപം PWD റോഡിൽ പൈപ്പ് പൊട്ടിയുണ്ടായ കുഴിയിൽ KSRTC ബസ് വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കൈനഗരിയിൽ നിന്ന് രാവിലെ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ട ബസ്സാണ് പൈപ്പ് പൊട്ടിയുണ്ടായ കുഴിയിൽ വീണത്. യാത്രക്കാർ കുറവായതിനാൽ വൻ അപകടം ഒഴിവായി. റോഡിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന പൈപ്പ് ലൈൻ പൊട്ടി വലിയ കുഴികൾ രൂപപ്പെട്ട് മാസങ്ങളായിട്ടും ഇത് നന്നാക്കാൻ അധികാരികൾ തയ്യാറാകാത്തതാണ് അപകടത്തിന് കാരണം. കൈനഗരിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് ലൈനുകൾ പൊട്ടി കുടിവെള്ളം പാഴായിട്ടും ഇത് നന്നാക്കുവാൻ പഞ്ചായത്തോ PWDയോ തയ്യാറാവുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. KSRTC ബസ്സിനെ ആശ്രയിച്ചാണ് കൈനഗരിയിലെ ജനങ്ങൾ ഇപ്പോൾ കൂടുതലും ആലപ്പുഴയിലും മറ്റു ചങ്ങനാശ്ശേരിയിലടക്കമുള്ള ഭാഗങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിരന്തരമായിട്ട് ഇവിടെ പൈപ്പ് പൊട്ടുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ പുറകെ കാണുന്ന ഈ പ്രദേശത്ത് പൈപ്പ് പൊട്ടിയാണ്ട് ഒരാഴ്ച മുമ്പ് ഈ സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ സ്ഥലത്ത് പഞ്ചായത്ത് അംഗങ്ങളുടെ STയിലും വേണ്ടപ്പെട്ട അധികാരികളെ അടക്കമുള്ളവരോട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും ഇത് ഒരു തരത്തിലും അവർ ഇതിനോട് ബന്ധപ്പെടുകയൊന്നുണ്ടായില്ല. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ കുടിവെള്ളമില്ലാന്ന് പറഞ്ഞതുപോലെ ഇപ്പം യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ രണ്ടും മുടങ്ങിയിരിക്കുകയാണ്. കുടിവെള്ളം യാത്രയും മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കൈനഗരിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് നമ്മൾ
ഈ കൈനഗിരിയുടെ പല ഭാഗത്ത് ഇതുപോലെയുള്ള പൈപ്പ് പൊട്ടുകയും മറ്റു കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്കും പറഞ്ഞാൽ അവർ വളരെ ഒരു തരത്തിൽ ഉത്തരവാദിത്തം കാണിക്കാത്ത നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഈ കൈനഗിരി പഞ്ചായത്തിനോട് വാട്ടർ അതോറിറ്റി കാണിക്കുന്നത്. ഇതിപ്പം കൈനഗിരിയിലെ ഇപ്പോൾ അവസാനത്തെ ഒരു ഉദാഹരണമാണിത്. പക്ഷേ ഇത് പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടായിട്ട് പോലും ഇതുവരെ ഇപ്പം ഇത് പൊട്ടിയിട്ടാണ്ട് മണിക്കൂർ എത്ര 2-3 ദിവസമായിട്ട് പോലും ഇതൊന്ന് തിരിഞ്ഞു നോക്കുന്നതിന് വേണ്ടി പോലും ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഭവം. അടിയന്തരമായി പൊട്ടിയ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിനായി LP സ്കൂൾ അസിസ്റ്റന്റ്, UP സ്കൂൾ അസിസ്റ്റന്റ് മലയാളം എന്നീ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് സർവീസ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാക്കിയവർക്കുള്ള ഇന്റർവ്യൂ ഏപ്രിൽ 2 രാവിലെ 8 മുതൽ ജില്ലാ PSC ഓഫീസിൽ നടത്തും. മാർച്ച് 19 നടത്താൻ നിശ്ചയിച്ച ഇന്റർവ്യൂ ആണ് ഏപ്രിൽ 2 മാറ്റിയത്. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ സംഗമവും അവകാശ പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. നഗരസഭാ ചത്തുരത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാംരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DYFI ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൻ, NGO യൂണിയൻ സംസ്ഥാന കൌൺസിൽ അംഗം രാജേഷ്, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി TS സന്തോഷ് കുമാർ, വിജേഷ്, മനു മാധവൻ, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 6 വർഷക്കാലം കർണാടക സംസ്ഥാനത്തെ ജീവനക്കാർക്ക് 2004 മുതൽ ശേഷം സർവീസ് കുറച്ച് 6 വർഷക്കാലത്തെ ജീവനക്കാരുടെ 10% വിഹിതം വീതം പങ്കാളിത്ത പെൻഷന്റെ ഭാഗമായി പിടിച്ചെടുത്തിട്ട് മാച്ചിങ് കോൺട്രിബ്യൂഷൻ കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ ആ തുക ഇന്ന് തിരികെ കൊടുക്കുകയാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഉത്തരവിറക്കി ആ പണം ജീവനക്കാർക്ക് തിരികെ കൊടുക്കുന്നു. പക്ഷേ ആ പണം പലിശ ഇല്ലാതെയാണ് തിരികെ കിട്ടുന്നത്. മാത്രമല്ല, ഈ 6 വർഷക്കാലം പെൻഷനുള്ള സർവീസ് കാലമായി പരിഗണിക്കാതെ 6 വർഷക്കാലത്തെ സേവനം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ദയനീയമായി തകർന്ന് തരിപ്പണമായി കോടിക്കണക്കിന് ഡോളർ ഓഹരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ദിൽമ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും സിവിൽ സർവീസിനും നിലനിൽക്കാനാവൂ. അപ്പോൾ സിവിൽ സർവീസിന്റെയും അതുപോലെ യുവജനങ്ങളുടെയും ഒക്കെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അത്തരം പോരാട്ടങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് പോരാടാമെന്നാണ് പറയുവാനുള്ളത്.
പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യുക, ഒഴിവുകളിൽ ഉടൻ നിയമനം നടത്തുക, പിൻവാതിൽ നിയമനം, താൽക്കാലിക നിയമനം എന്നിവ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KSFE സ്റ്റാഫ് അസോസിയേഷൻ, CITU, KSFE ഓഫീസേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സംയുക്ത പ്രവർത്തക കൂട്ടായ്മ ആലപ്പുഴയിൽ നടന്നു. NGO യൂണിയൻ ഹാളിൽ നടന്ന പ്രവർത്തക കൂട്ടായ്മ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി അതിനെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇന്ന് എല്ലാ ബാങ്കും തുറന്നു പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് സംസ്ഥാനത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നതിന് വേണ്ടി, സേവനം കൊടുക്കുന്നതിന് വേണ്ടി ഞായറാഴ്ച പ്രവർത്തിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. മാർച്ച് മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാറുമില്ല. ഇതിനു ട്രഷറി മാത്രമാണ് പ്രത്യേക ഇളവുണ്ടായിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുമായിരുന്നു. ഇവിടെ പ്രവർത്തിക്കണമെന്നുള്ളതിനുള്ള 2000 കോടി രൂപ ഇന്ന് വൈകുന്നേരം എല്ലാ ബാങ്കിൽ നിന്നും കൂടെ എടുത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ട്രഷറിയിലേക്ക് നാളെ കൊടുത്തെങ്കിൽ മാത്രമേ കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളമായാലും പെൻഷൻകാർക്ക് പെൻഷനായാലും നിത്യനിർവ്വഹണ ചെലവുകളെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ കഴിയൂ എന്ന അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് നിൽക്കുകയാണ്. KSFE ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി G. സാബു അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ മുഹമ്മദ് ഇക്ബാൽ, മുരളീകൃഷ്ണപിള്ള, T. സുരേഷ് ബാബു, TM തങ്കച്ചൻ, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് നിരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ആരംഭിച്ചതായി ചെലവ് നിരീക്ഷണത്തിന്റെ ചുമതലയുള്ള നോഡൽ ഓഫീസർ VK രാജീവ് അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത അൽമായ നേതൃസമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. സഭയെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ, ഒരു സമുദായ നേതാവ് ഇടുക്കിയിലെ പിതാവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി കൊടുക്കുവാനാരും തയ്യാറായെന്ന് തോന്നുന്നില്ല. അതിൽ കൊച്ചിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഒരു തീവ്രവാദി സംഘടനയുടെ നേതാവ് പറഞ്ഞു വെച്ചത് അമൃതാന്യമായ മഠത്തെക്കുറിച്ച് ആരോ ഒരു സ്ത്രീ എഴുതിയൊരു പുസ്തകം വത്തിക്കാന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളി പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അതിരൂപത സ്പിരിച്വൽ ഡയറക്ടർ മോൺസിഞ്ഞോർ മാത്യു വെള്ളാനിക്കൽ അധ്യക്ഷത വഹിച്ചു. മാർ ജോസഫ് ഔവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോൺസിഞ്ഞോർ ജോസഫ് മുണ്ടകത്തിൽ, ഫാദർ ജേക്കബ് തുമ്പയിൽ, ടോമിച്ചൻ അയ്യേരികുളങ്ങര, സൈബി അക്കര തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നിയോഗിക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാർ തങ്ങളുടെ ചുമതല നിറവേറ്റുമ്പോൾ ബന്ധപ്പെട്ടവർ അവരുമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ N. പത്മകുമാർ അഭ്യർത്ഥിച്ചു. കാവാലം കുന്നുമ്മ R. രഞ്ജു ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സഹായനിധി സമാഹരണം നടത്തി. മാരകമായ വൃക്കരോഗം ബാധിച്ച് മരണത്തെ മുഖാമുഖം കാണുന്ന കാവാലം കുന്നുമ്മ 70 ചിറ വീട്ടിൽ രഞ്ജുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഏപ്രിൽ 5 നടക്കുന്ന ശസ്ത്രക്രിയയിലൂടെ സാധിക്കും. എന്നാൽ ഉള്ളത് മുഴുവൻ വിറ്റ് ചികിത്സ നടത്തിയ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിൽ അപ്പുറമാണ് ഇതിനുള്ള ചെലവ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ സഹായ സമിതിക്ക് രൂപം നൽകുകയും ഞായറാഴ്ച സമാഹരണം നടത്തുകയും ചെയ്തത്. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ആ കുട്ടിയുടെ ഓപ്പറേഷൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 10 ലക്ഷത്തോളം രൂപ നമുക്ക് കുറഞ്ഞത് വേണം. കാരുണ്യയുടെ സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ പല വ്യക്തികളും കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത്തരം അസുഖങ്ങൾ പിടിപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര ധനികനാണെന്ന് പറഞ്ഞാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ നമ്മുടെ ഈ സാധാരണ കുടുംബത്തിൽ കഷ്ടത്തുള്ളാളുകളുടെ അല്ല കൂലിവേല ചെയ്യുന്ന ഒരു കുടുംബത്തെ ഇത് ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കണ്ടോ 6000-നും 7000-നും ഇടയിൽ തുകയാകുമെന്ന് അറിയാൻ കഴിയും. പക്ഷേ ഈ ഒരു 3 ഡയാലിസിസ് 3618 അല്ലെ 321 രൂപ 21,000 രൂപ ഒരു 3 ഡയാലിസിസ് കൊണ്ട് നടത്തുക എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നമുക്കൊരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കർഷകത്തൊഴിലാളി കുടുംബത്തെ സംബന്ധിച്ച് പിടിച്ചിരിക്കാൻ പറ്റാത്ത. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചിന്താഗതിക്ക് ഇപ്പം ദർശനയുടെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർമാർക്കുള്ള 2ാം ഘട്ട പരിശീലനം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുമെന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ N. പത്മകുമാർ അറിയിച്ചു. ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പരിശീലന പരിപാടിയുടെ വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശീലന പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കളക്ടർ അറിയിച്ചു.
ഇനി ചരമവാർത്തകൾ. വലിയനാട് കുഴിയടിച്ചിറയിൽ കെ രാജു നിര്യാതനായി 52 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കാനാണ് നിലവിലുള്ള MP ശ്രമിക്കുന്നതെന്ന് BJP സ്ഥാനാർത്ഥി P. സുധീർ. തത്വാധിഷ്ഠിത ജനസമരങ്ങൾ കാലഘട്ടത്തിന് ആവശ്യമെന്ന് SUCI സ്ഥാനാർത്ഥി KS ശശികല. വേദനകൾക്ക് നടുവിലും പ്രതീക്ഷ പറ്റാതെ ഒരു കുടുംബം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.